ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നത്തോലി പീരയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു ബൗൾ നിറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുക്കാൽ തേങ്ങയോളം ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 10 അല്ലിയോളം ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കുടംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു പീസ് കുടംപുളി കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മാങ്ങയാണ് ബാക്കി പുളിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് തന്നെ കറിയിൽ അങ്ങ് അലിഞ്ഞു പോകും, നമുക്ക് കിട്ടില്ല, കഴിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ മുറിച്ച് വയ്ക്കാം. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുത്ത് വയ്ക്കാം. പിന്നെ ആവശ്യമുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ഉള്ളിയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം, അല്ലാതെ ഒരുപാട് ഇട്ട് അരയ്ക്കാനായിട്ടും പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്, അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ നത്തോലിയാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അരയ്ക്കല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ ഇപ്പം ഞാൻ തേങ്ങ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മാങ്ങ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ കുടംപുളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പുളി ഇറങ്ങാനായിട്ട് താമസം വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കൈവച്ച് തന്നെ ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ആ ഒരു ട്രഡീഷണൽ രീതി. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കറി ഒരുപാട് നീണ്ടു പോകാൻ പാടില്ല. ഇതൊരു വറ്റിച്ച രീതിയിലുള്ളൊരു കറിയാണ്, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് അടുപ്പിലേക്ക് വെക്കാനായിട്ട്. പിന്നെ നമ്മളിത് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് തവി കൊണ്ടിട്ട് ഇളക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോവും. ഇങ്ങനത്തെ കറി നമുക്ക് ചെറിയ മത്തി ഉണ്ടെങ്കിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ചെറിയ അയല, അല്ലെങ്കിൽ കിളിമീൻ, അങ്ങനത്തെ മീനുകളൊക്കെ നമുക്ക് ഇങ്ങനത്തെ പീര പറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇട്ട് ഇളക്കാനോ ഒന്നും പാടില്ല. പെട്ടെന്ന് വേകുന്ന മീനുകളാണ് ഇങ്ങനത്തെ മീൻ പീരയ്ക്ക് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ മാത്രം ഇളക്കുക. നമ്മൾ ആ ഒരു ചട്ടിയുടെ 2 സൈഡിലും കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തവി വെച്ചിട്ട് നമ്മൾ ഒരുപാടിട്ട് ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ മീൻ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തിളയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ മീൻ വേകാതെ കിടക്കും. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മീനിൻ്റെ ടേസ്റ്റും മാങ്ങയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഇളക്കി നോക്കാം. അതുപോലെ തന്നെ പുളി ഇറങ്ങിയതിന് ശേഷമുള്ള ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു വെള്ളം മാത്രം വറ്റി കിട്ടിയാൽ മതി. ബാക്കി മീനും അതുപോലെ തന്നെ മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഒരു വെള്ളം വറ്റുന്നവരെ ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പിടുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അതേപോലെ ഒന്ന് തുണിയോ എന്തെങ്കിലും പിടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്.
നന്നായിട്ട് വറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാകം അനുസരിച്ചിട്ട് വറ്റി വന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കറിവേപ്പില അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മീൻകറികൾ വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ചട്ടി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൺചട്ടി തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീൻ പീരയാണിത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.